കുളത്തൂപ്പുഴയിൽ ഫുട്പാത്ത് കയ്യേറിയുള്ള കച്ചവടവും അനധികൃതമായി കുളത്തൂപ്പുഴ ടൗണിന്റെ പല ഭാഗത്തും കൂട്ടിവെച്ച മാലിന്യം നീക്കം ചെയ്യുന്നത് സംബന്ധിച്ച് വ്യാപാരികളും പഞ്ചായത്ത് അധികൃതരും തമ്മിൽ വാക്കേറ്റം. ജീവിക്കണ്ടേ? ഞങ്ങൾ എങ്ങനെ ജീവിക്കും? നിങ്ങൾ പറഞ്ഞ ഗൾഫിൽ 30 വർഷം കിടന്ന് ജോലി ചെയ്തിട്ട് ഇവിടെ വന്നിട്ട് ജീവിക്കാൻ വന്നോ? അതിന് നിങ്ങൾ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ പറയും. നിങ്ങൾ ഇവിടെ ഉടനെ പ്ലാസ്റ്റിക്കിന്റെ കാര്യം പറഞ്ഞിട്ട് അവിടെ ഇത്രയും ആൾക്കാർ സാധനങ്ങൾ ഞാൻ മാത്രമല്ല കൊണ്ടുവച്ചത്. ഇത് നിങ്ങൾ ഒരെണ്ണത്തിന് 100 രൂപ, ബാക്കിയുള്ളതിന് 10,000 രൂപ എന്ന് പറഞ്ഞാൽ എവിടെ അടുത്ത് വരുന്നത്? ഈ 2 കടയിൽ സാറ് പറഞ്ഞ സാറ് കണ്ട് ഇത് അകത്ത് വെച്ച് കച്ചവടം സാധനങ്ങളല്ല. നിങ്ങൾ പറഞ്ഞ ആദ്യം ഒരു പെട്ടി മാറ്റാൻ പറഞ്ഞ ആ പെട്ടി മാറ്റി. പിന്നെന്തോ ആ സൈഡ് ചെയ്ത പെട്ടിയിൽ 2 പെട്ടി നിങ്ങൾ മാത്രം ജീവിച്ചാൽ മതി. ജീവിക്കണ്ട, ഫുട്പാത്തിൽ വെച്ച് കച്ചവടം ചെയ്യാൻ പറ്റില്ല. സാധനങ്ങൾ മാലിന്യ കൂമ്പാരവും ഫുട്പാത്ത് കയ്യേറിയുള്ള കച്ചവടവും കാൽനട യാത്രക്കാർക്ക് യാത്ര ദുഷ്കരമായ അവസ്ഥയിലാണ്. ഇവിടെ പഞ്ചായത്തിൽ ടൗണിൽ തന്നെ കുറേ വ്യാപാരികൾ അതുപോലെ തന്നെ ഫുട്പാത്ത് കയ്യേറി കച്ചവടം ചെയ്യും. സാധാരണക്കാരെ ആൾക്കാരെ ഉപദ്രവിക്കണമെന്നോ അവരെ ബുദ്ധിമുട്ടിക്കണമെന്നോ നമുക്ക് ആഗ്രഹമില്ല. പക്ഷേ അവർ പബ്ലിക്കിന്, വഴിനടക്കാർക്ക്, കാൽനട യാത്രക്കാർക്ക് തടസ്സം സൃഷ്ടിക്കുന്ന തരത്തിൽ പച്ചക്കറി, ഫ്രൂട്ട്സ് എല്ലാം ഇറക്കി വെച്ച് കച്ചവടം ചെയ്യുന്നത് അത് തീർച്ചയായിട്ടും ആ നീക്കം ചെയ്യേണ്ടതുണ്ട്. പഞ്ചായത്ത് കൃത്യമായിട്ട് അവർ ചെയ്യും. ഇപ്പം നിലവിൽ അവരുടെ അടുത്ത് വാക്കാലിൽ 1-2 പ്രാവശ്യം അവരോട് സംസാരിച്ചിട്ടുണ്ട്. ഫുട്പാത്തിലേക്ക് ഇറക്കി വെച്ചിരിക്കുന്ന മാറ്റണമെന്ന് പറയും. അപ്പോൾ അവരത് ചെയ്യാതിരിക്കുന്ന സാഹചര്യത്തിൽ പഞ്ചായത്ത് അടിയന്തരമായിട്ട് അവർക്ക് നോട്ടീസ് കൊടുക്കും, കൃത്യമായിട്ടുള്ള നിയമ നടപടി സ്വീകരിക്കും. അത് ആരെയും പ്രത്യേകിച്ച് ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയിട്ടല്ല. ഇത് നമ്മൾ നേരത്തെ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ പ്രസിഡന്റ്, സെക്രട്ടറി അവരെ കണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. നമ്മുടെ ഗ്രാമസഭയിൽ വർക്കിംഗ് ഗ്രൂപ്പിലെല്ലാം തന്നെ ഇതൊരു വളരെ ഗുരുതരമായിട്ടുള്ള പ്രശ്നമായിട്ട് ആൾക്കാർ ഉന്നയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ ഗ്രാമപഞ്ചായത്തിൻ്റെ ഭാഗത്ത് നിന്ന് കൃത്യമായ നടപടി ഉണ്ടാവും. ഇത് കാൽനട യാത്രക്കാർക്ക് കൃത്യമായിട്ട് അവരെ ഫുട്പാത്ത് ഉപയോഗിച്ച് പറ്റും. 1-2 പേരുടെ അല്ലെങ്കിൽ കുറച്ച് വ്യാപാരികളുടെ മാത്രം ഒരു വിഷയമായിട്ട് ഇതിനെ നമുക്ക് നോക്കിക്കാണാൻ കഴിയും. പഞ്ചായത്ത് അധികൃതർ ഫുട്പാത്ത് കയ്യേറിയുള്ള കച്ചവടത്തെ സംബന്ധിച്ച് ഇതിനു മുൻപ് തന്നെ കുളത്തൂപ്പുഴ വ്യാപാര വ്യവസായി ഏകോപന സമിതി അധികൃതരെ അറിയിക്കുകയും അവർ മേൽനടപടികൾ ഇതുവരെ സ്വീകരിക്കാത്ത പക്ഷം വരും ദിവസങ്ങളിൽ പഞ്ചായത്ത് അധികൃതർ ഇതിനെതിരെ നടപടികൾ എടുക്കുമെന്ന് അറിയിച്ചു. ന്യൂസ് ഡെസ്ക് കുളത്തൂപ്പുഴ വാർത്ത ഓൺലൈൻ.